കൃത്യമായിട്ട് ഈ ഒരു പുണ്യമാസം അടിച്ച് പൊളിക്കുക. പുണ്യമാസം റമദാൻ വരികയാണ്. എല്ലാവരും ഉള്ള മാസങ്ങൾ മുഴുവൻ കുപ്പി, പിന്നെ ഒരു മാസം തൊപ്പി എന്നുള്ള കണക്ക് മാറ്റി വെച്ചിട്ട് എല്ലാവരും നോമ്പ് നോക്കുക, വ്രതം അനുഷ്ഠിക്കുക, മനസ്സും എല്ലാം മാഷാ അല്ലാഹ്. അപ്പോൾ നോമ്പനുഷ്ഠിക്കുക, കുപ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതര മാസങ്ങളിലെ കുപ്പിയൊക്കെ തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഈ മാസം കുപ്പിയില്ലാതെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കണം എന്നാണ്. മാഷാ അല്ലാഹ്, നല്ലൊരു ഉപദേശം കേട്ടോ. കാരണം ഇതര മാസങ്ങളെപ്പോലെ ആകരുത് റമദാൻ, ഇല്ലേ? റമദാനിലും ഇതര മാസങ്ങളെപ്പോലെ തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുത്തവരാവുക? റമദാൻ കിട്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് നാശമാണെന്നുള്ള ഹദീസ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, അല്ലേ? ആദ്യം നമ്മൾ ഓരോരുത്തരും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം കേട്ടോ. ജാസിയോട് ഞാൻ പറയട്ടെ, ഒരു ഹദീസ് ഉണ്ട് സഹോദര, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ പുരുഷൻ്റെ അവയവങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞതുകൊണ്ട് മാത്രമൊന്നും സ്ത്രീയാവില്ലല്ലോ, ഇല്ലേ? അത് ജന്മന അള്ളാഹു സ്ത്രീയായിട്ട് പടയ്ക്കുന്നതല്ലേ. നമുക്കുള്ള ചില ഹോർമോണൽ ഇംബാലൻസുകളെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതിന് പകരം ഈ കാണുന്ന ചില ആളുകളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന തോന്നിവാസമൊക്കെ അള്ളാൻ്റെ മുമ്പിലൊന്ന് ഏറ്റു പറയേണ്ട ജാസി. ഈ റമദാനായിട്ട് നമ്മൾ ഈ കോലത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്ത് കാര്യമുണ്ട് ഈ പറച്ചിലിനൊക്കെ? നമുക്കൊന്ന് മടങ്ങണ്ടേ? ഒന്ന് തൗബ ചെയ്യണ്ടേ? ജാസി എൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ തൗബ ചെയ്യണമെന്ന്. ഒന്ന് തൗബ ചെയ്യണ്ടേ? നമുക്ക് ആ മാന്യമായ രൂപത്തിലേക്കൊന്ന് മാറണ്ടേ? ഈ പേക്കൂത്തൊക്കെ കാണിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം മരണം വന്നാൽ ഞാനടക്കം തെറ്റുകൾക്കിടയിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുമ്പോൾ, റമദാനെപ്പോലും പരിഗണിക്കാതെ ജീവിക്കുമ്പോൾ, ഞാനടക്കമുള്ളവരിലേക്ക്, താങ്കളിലേക്ക് പെട്ടെന്നൊരു ദിവസം മരണം വരുമ്പോൾ പടച്ചോനോട് നമ്മൾ പറയും, യാ റബ്ബി ഒരു നിമിഷം തരാവൂ അല്ലാ. കല്ലാ, അതിൻ്റെ സമയം കഴിഞ്ഞുപോയി. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു, വേസ്റ്റാക്കി കളഞ്ഞില്ലേ? ഇനി അതിന് സമയമില്ല എന്ന് അള്ളാഹ് പറയുന്നൊരു ഘട്ടമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കണില്ലേ? നമുക്കൊന്ന് പുനർവിചിന്തനം നടത്തിക്കൂടെ? റമദാൻ വന്നിട്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടേണ്ട രാവുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വേഷം കെട്ടി നടക്കുകയാണെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? നമ്മളൊന്ന് നന്നാവണ്ടേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, ആ ബോധം തന്ന് അനുഗ്രഹിക്കട്ടെ.